കേരള സർക്കാരിന്റെ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പിനായി തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സ്കൂളിലും കൂരോപ്പട ഗ്രാമപഞ്ചായത്തിന്റെ ആദരം. കൂരോപ്പട പഞ്ചായത്ത് ഹാളിൽ നടന്ന ശുചിത്വ പഠനോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് ഇ.എസ്. വിനോദ് ഉദ്ഘാടനം ചെയ്തു. പഠിച്ചു വെച്ചിരിക്കുന്നത് അല്ലെ ശീലിച്ചു പോകുന്നത് കയ്യും വീശി സാധനം മേടിക്കാൻ പോകാവുന്നതാണ്. അപ്പോൾ ഷോപ്പറുകൾ കൊണ്ടുപോകാൻ കുട്ടികൾ പറഞ്ഞു കൊടുക്കണം. അപ്പൊ അതുവഴി നമ്മുടെ വീട്ടിലേക്ക് വരുന്ന കുടുംബത്തിലേക്ക് വരുന്ന കുറെ പ്ലാസ്റ്റിക്കുകൾ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ നമുക്ക് ചോദിക്കാം, ചിലപ്പോൾ തിരിച്ചു ചോദിക്കാം, മേടിക്കുന്ന കുട്ടികൾക്ക് ചോദിക്കാം, നമ്മൾ വിവിധ സ്നാക്സുകൾ മേടിക്കുമ്പോൾ അത് പ്ലാസ്റ്റിക് ബോർഡുകളല്ലേ വരുന്നത്, അതിനെന്ത് സർക്കാർ ചെയ്തു എന്നൊക്കെ സംശയം ഉയരാം. വേറെ സാധനങ്ങളുണ്ട്, പാല് മേടിക്കുമ്പോൾ അതും പ്ലാസ്റ്റിക് കവറല്ലേ വരുന്നത്. ശരിയാണ്, നിങ്ങളുടെ ചോദ്യം തെറ്റൊന്നുമല്ല. ഇതൊക്കെ ഘട്ടം ഘട്ടമായി ഒഴിവാക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ഏർപ്പാട് അല്ലെങ്കിൽ അത് പദ്ധതികളാണ് നമ്മുടെ സർക്കാരുകൾ നടത്തിവരുന്നത്. അതിൽ സമൂഹത്തെ ഈ കാര്യങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് നമ്മുടെ എല്ലാം ചുമതല. അതിൽ ഭാഗമാകാവുക എന്നുള്ളതാണ് പ്രിയപ്പെട്ട കുട്ടികളുടെ ചുമതല. തീർച്ചയായും നിങ്ങൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഏർപ്പെടും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ പഠനത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങൾ, വിവിധ പാഠ്യേതര വിഷയങ്ങളെല്ലാം ഏർപ്പെടുന്നവരാണ് നിങ്ങളെല്ലാവരും ഇവിടെയിരിക്കുന്ന ഓരോ കുട്ടികളും. അതോടൊപ്പം തന്നെ ഉത്തരവാദിത്വ ബോധമുള്ളവരായി മാറുക, നമ്മുടെ പുതിയൊരു കേരളം സൃഷ്ടിക്കുമ്പോൾ അതിന് ഭാഗമാകുവാൻ പ്ലാസ്റ്റിക് എന്ന ഏറ്റവും അപകടകരമായ വസ്തുവിനെ വലിച്ചെറിഞ്ഞ് അല്ലെങ്കിൽ അത് ഇനിയൊരു ഘട്ടത്തിൽ നമ്മൾ ഉപയോഗിക്കില്ല എന്നൊരു തീരുമാനമെടുത്തുകൊണ്ടും നിലവിലുള്ളതിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയും അതിലെന്തൊക്കെയാണോ ക്രിയാത്മകമായ നടപടികൾ സ്വീകരിക്കുന്നതെന്ന് സംബന്ധിച്ച് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങൾ നമ്മൾ അനുസരിക്കുകയും മറ്റാളുകൾക്കും മറ്റു കുട്ടികൾക്കും മറ്റ് സമൂഹത്തിൽപ്പെട്ട ആളുകൾക്ക് അത് പകർന്നു നൽകുകയും ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണം എന്നതാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും ഞാൻ ഈ അവസരത്തിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഏറെ കഷ്ടപ്പാടുകൾ നിറഞ്ഞാണ് ഇത്തരം കാര്യങ്ങൾ പ്രിയപ്പെട്ട അധ്യാപകർക്ക് ഈ കാര്യങ്ങൾ കുട്ടികൾക്ക് വേണ്ടി പകർന്നു നൽകിയിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുവേണ്ടി ഒട്ടനവധി കാര്യങ്ങൾ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. വളരെ അല്പമനോഭാവത്തോടു കൂടിയാണ് പ്രിയപ്പെട്ട അധ്യാപകർ അത് ചെയ്തു കൊടുക്കുന്നത്. അപ്പം അവരെയും ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കപ്പെടുകയാൻ വേണ്ടി അവസരം ഉപയോഗിക്കുകയാണ്. ഇപ്പൊ കുട്ടികൾക്ക് മാത്രമാണ് നമ്മൾ അവാർഡ് ചെയ്തിരിക്കുന്നത്. കുട്ടികളെ ഈ കാര്യത്തിലേക്ക് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ചെറിയൊരു ക്യാഷ് അവാർഡ് ചെയ്തിരിക്കുന്നത്. അവർ മാത്രമല്ല, മത്സരത്തിൽ ജയിക്കാത്ത കുട്ടികളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട അധ്യാപകർ ഒന്നുപോലെ കണ്ടുകൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട അധ്യാപകർ ഈ ചുമതല ഭംഗിയായി ഇനിയും ഏറെ നിറവേറ്റാൻ വേണ്ടിയുള്ള കരുത്തുണ്ടാവട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു. ഒപ്പം ഈ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീലത പ്രകാശ് അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി CN സിന്ധു സ്വാഗതവും VEO അലക്സ് ജോർജ് നന്ദിയും പറഞ്ഞു. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കോത്തല ഹൈസ്കൂളിന് ട്രോഫി സമ്മാനിച്ചു. കോത്തല NSS ഹൈസ്കൂൾ 2ാം സ്ഥാനത്തെത്തി. ആശംസകൾ നേർന്നുകൊണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല ചെറിയാൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദിലീപ് കുമാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിൻസമ്മ മാത്യു, CDS ചെയർപേഴ്സൺ അന്നമ്മ ഉലഹന്നാൻ, പഞ്ചായത്ത് VEO രാജേഷ്, HI മഞ്ജു, ശുചിത്വ മിഷൻ പാമ്പാടി ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ ഹരികുമാർ മറ്റക്കര, വാർഡ് മെമ്പർമാരായ മോഹനൻ TG, ആന്റണി തുപ്പലഞ്ഞി, VM മാത്യു, ഫിലിപ്പ് ജോർജ്, ഷിബു, ഉമാദേവി, ജ്യോതിമോൾ തുടങ്ങിയവർ സംസാരിച്ചു. പഠനോത്സവത്തിന്റെ ഭാഗമായി കുട്ടികൾ ചെയ്ത വിവിധ ആക്ടിവിറ്റികളുടെ പ്രദർശനവും അവതരണവും നടന്നു. സ്കോളർഷിപ്പ് നേടിയ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. കുട്ടികളിൽ മാലിന്യ സംസ്കരണവും പരിസ്ഥിതി സംരക്ഷണവും വളർത്തുന്നതിന് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച നൂതന പദ്ധതിയാണ് വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പ് ഇക്കോ സെൻസ്. ശുചിത്വ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിൽ നടന്ന വിവിധ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്ക് 1500 രൂപ സ്കോളർഷിപ്പ് ലഭിക്കും. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലെയും 50 കുട്ടികൾക്കു വീതവും, മുനിസിപ്പാലിറ്റികളിൽ 75 കുട്ടികൾക്കു വീതവും, കോർപ്പറേഷനുകളിൽ 100 കുട്ടികൾക്കു വീതവും ഇതിന്റെ ആനുകൂല്യം ലഭിക്കും. ഇവർ കേരളത്തിന്റെ ശുചിത്വ അംബാസഡർമാരാകും.